ഉറക്കം വരുന്നില്ല സഖാവേ. നമുക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക. മേനപ്പുറത്തും ചൊക്ലീനും ഒക്കെ എന്തൊക്കെയായിപ്പോ വിശേഷം? ചൊക്ലീന് ഞാൻ പോയിട്ട് കുറേയായി. ഒന്നിനും ഒരു മനസ്സില്ല. ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോടാ അതെനിക്ക്? എന്താ സഖാവേ പറയുന്നത്? സഖാവും ബാബുവും രമേശും അപ്പുവും എല്ലാവരും എന്റെ അടുത്ത് തന്നെയുണ്ടല്ലോ. എല്ലാ സഖാക്കളും എന്നെ കാണാനും വരുന്നുണ്ട്. ഷിനോ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. സഖാക്കളുടെ സ്നേഹവും കരുതലും എനിക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തരുന്നത്. രമേശനും അപ്പുവും അവരുടെ വീട്ടിൽ പോലും നിൽക്കാതെ എനിക്ക് കൂട്ടുകിടക്കാറുണ്ട്. പിന്നെ എനിക്ക് എന്ത് വിഷമം സഖാവേ. മരണത്തെ വെല്ലുവിളിച്ച് എനിക്ക് ജീവിക്കാൻ കരുത്തു മാറുന്നത് കൂത്തുപറമ്പിലെ ചുവപ്പിച്ചതോടെ ആത്മത്യാഗമാണ്. ഓരോ ഓർമ്മയിലും ചോരയുടെ മണം ഇരച്ചെത്തുമ്പോഴും എന്റെ 5 സഖാക്കൾ 5 ചമ്പരത്തിപ്പൂക്കളായി എന്റെ മുന്നിൽ വളർന്നങ്ങനെ നിൽക്കും. സഖാവി നമ്മുടെ ശിവദാൻ, എന്റെ രാജീവട്ടൻ, മധു, റോഷൻ, ബാബു, പിന്നെ ഏത് വേദനയും ഞാൻ ഇതിൽ ചിരിയാക്കി മാറ്റും. സഖാവേ, മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് ശരീരത്തെ അനക്കാനാവാതെ അതിന് കഴിയാതാകുമ്പോഴുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പറക്കുന്ന പക്ഷികൾക്ക് ചിറക് നഷ്ടപ്പെടുന്ന അവസ്ഥ പോലെ ചലനമറ്റേ മുറിയിലേക്ക് ഞാൻ ഒതുങ്ങിയപ്പോഴും എനിക്കെന്നും താങ്ങായി എന്റെ പ്രസ്ഥാനമുണ്ട്. എന്റെ അച്ഛനും അമ്മയും എനിക്ക് നൽകിയ ആത്മധൈര്യം എത്രയോ വലുതാണ്. എന്റെ മനസ്സ് വിഷമിക്കുമോ എന്ന് കരുതി ഒരിക്കൽ പോലും അവരെന്റെ മുന്നിൽ വന്നു നിന്ന് കരഞ്ഞിട്ടില്ല. കാരണം പാർട്ടി നൽകിയ വിപ്ലവവീര്യം പറ്റാത്ത മനസ്സാണ് അവർക്ക്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും എത്രയോ വലിയ ആശ്വാസമാണ്. കുരുത്തോല വെട്ടാൻ തെങ്ങിൽ കറിയപ്പോ പിടിവിട്ട് താഴെ വീണ് ചലനമറ്റ് കിടപ്പിലായ മേക്കുന്നത്തെ പാർട്ടി സഖാവ് എന്റെ രവിയേട്ടൻ, നാടക കലാകാരൻ സഖാവ് അജയൻ, മാമൻ വാസുവേട്ടൻ, സൈമൺ ബ്രിട്ടോ, ഇവരെല്ലാം എനിക്ക് ജീവിക്കാൻ പുതിയ ആവേശം പകർന്നു നൽകിയ സഖാക്കളാണ്. ഇതിനപ്പുറം എനിക്ക് എന്ത് വേണം സഖാവേ? ഞാൻ പോയി വെച്ച കുപ്പാൻ. ലാൽ സലാം സഖാ. ലാൽ സലാം സഖാ. ഏട്ടാ, എന്താ പ്രകാശൻ? ഏട്ടാ, ഞാൻ കല്യാണം കഴിക്കണമെന്നാ എല്ലാരും പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടാ? നീ കല്യാണം കഴിക്കണം. നിനക്കൊരു ജീവിതമില്ല. എന്റെ ഏട്ടൻ ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് ധൈര്യം കൂടുകയല്ലടാ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളൊക്കെയുണ്ട്. സർവോപരി പാർട്ടിയുണ്ട്, സഖാക്കളുണ്ട്. എന്റെ രാജേട്ടനും ശശീരനും ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ലേ? കൂടെ നേടുപോലെ നീയുമില്ലായിരുന്നു. പിന്നെ അച്ഛനും അമ്മയും ഏട്ടത്തിയമ്മ രോഹിണിയേച്ചിയും ജാനുവെടുത്തിയും ഒന്നും പറയാതെ അവരെല്ലാം എനിക്ക് വേണ്ടത് സമയാസമയം ചെയ്തു തന്നില്ലേ? നീ വിഷമിക്കാതെ എന്റെ പൊന്നനുജൻ കല്യാണം കഴിക്കും. ഏട്ടന് ഉറക്കം വരുന്നില്ലേ? ഞാൻ ഉറങ്ങിക്കോളാം, നീ പോയി ഉറങ്ങിക്കോ. രമേശിനെ പോയി ഇപ്പോൾ കൊണ്ടുവരും. ആ ഏട്ടനെ കുറിച്ച് സത്യസാചി എഴുതി ഒരു മിടുക്കി മോള് പാടിയ ഒരു പാട്ടും കേൾക്കാൻ പറ്റുന്നത്. പിന്നെ കേൾക്കട്ടെ.
കേരളത്തിന്റെ സമര ചരിത്രത്തിൽ കൂത്തുപറമ്പിലുള്ള സ്ഥാനം ഒരിക്കലും മാഞ്ഞു പോവില്ല. എന്റെ യൗവനം ബലി നൽകിയത് ഞാൻ വിശ്വസിച്ച് സ്നേഹിച്ച പ്രസ്ഥാനത്തിനു വേണ്ടിയാണ്. ഇനി എത്ര കാലം നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്നും അറിയില്ല. ഒന്നറിയാം, ഒരു പോരാട്ടവും ഒരിക്കലും വെറുതെയാവില്ല, ഒരിക്കലും അവസാനിക്കുകയുമില്ല. പോരാളികൾക്ക് പോരാട്ടത്തിന്റെ മൂലധനം ചോരത്തുള്ളികൾ തന്നെ. ലാൽ സലാം സഖാക്കളെ. ഹലോ, നാളെ ഇഷ്ടപ്പെട്ടോ? അന്ന് ഇതിനെ പറ്റി ഒരു അഭിപ്രായം ഒന്ന് രണ്ടുപേര് വന്നു, ആരെങ്കിലും ശരി വന്നെന്ന് പറയാം. സകലേവാ ആംശിച്ച് പറയാം. ആംശിച്ച് കണ്ടിരുന്നോ?